നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് തെറ്റുകൾ നമ്മിൽ നിന്ന് അറിയാതെ സംഭവിച്ചു പോയാൽ നാം എന്താണ് ചെയ്യേണ്ടത്, അതിന് ഉടനടിയുള്ള പരിഹാര മാർഗം എന്താണ്, അതുപോലെ തന്നെ അപ്പോൾ ചൊല്ലേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം മനുഷ്യരാണ്. നമ്മിൽ നിന്നറിയാതെ തെറ്റുകൾ സംഭവിച്ചു പോയേക്കാം. ഇത് തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമല്ല. തെറ്റുകൾ സംഭവിച്ചു പോയാൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമോ അല്ലെങ്കിൽ കാലഘട്ടത്തിന്റെ ആ പ്രത്യേകമായ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് തെറ്റുകൾ സംഭവിച്ചു പോയേക്കാം. അത് മനുഷ്യ സഹജമാണ്. അങ്ങനെ തെറ്റുകൾ സംഭവിച്ചു പോയാൽ നാം എന്താണ് ഉടനടി ചെയ്യേണ്ടത്? അള്ളാന്റെ പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. സൂറത്തുൽ ഹൂദിൽ 114 ആയത്തിൽ പറയുന്നുണ്ട്, വഅഖിമിസ് സ്വലാത്ത തറഫൈ നഹാരി വസുലഫം മിനൽ ലൈൽ. നിങ്ങൾ പകലിന്റെ രണ്ടറ്റത്തും രാത്രിയിലും നിങ്ങൾ നിസ്കരിക്കുക. ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്ത്. തീർച്ചയായും നന്മകൾ നിങ്ങളുടെ തിന്മകളെ മായ്ച്ചു കളയും. അപ്പോ നമ്മിൽ നിന്നറിയാതെ തെറ്റുകൾ സംഭവിച്ചു പോയാൽ നന്മകൾ വർദ്ധിപ്പിക്കുക. അതാണ് അതിനുള്ള വലിയ പരിഹാരം. നാം അറിയാതെ തെറ്റുകൾ സംഭവിച്ചു പോയേക്കാം. നാം ഹറാമിലേക്ക് അറിയാതെ നോക്കിപ്പോയി. ഒരു നല്ല ഭംഗിയുള്ള ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോൾ അറിയാതെ നാം നമ്മുടെ മനസ്സിൽ മോശമായ ചിന്തകൾ കൊണ്ട് അവളെ നോക്കിപ്പോയി. അത് ഹറാമാണ്, തെറ്റാണ്. അങ്ങനെ നാം ചെയ്തു പോയാൽ എന്ത് ചെയ്യണം? ഉടനടി നമ്മുടെ നന്മകൾ വർദ്ധിപ്പിക്കുക, തൗബ ചെയ്യുക. ഇതാണ് അതിനുള്ള പരിഹാര മാർഗം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൂട്ടമായിരുന്ന് സംസാരിക്കുമ്പോൾ, അയൽക്കൂട്ടം ഇരുന്ന് സംസാരിക്കുമ്പോൾ, സ്ത്രീകൾ ഒരുമിച്ച് കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ എന്തായി? നമ്മുടെ നാവിൽ നിന്ന് മോശമായ വാക്കുകൾ പുറപ്പെട്ടു വന്നു. മോശമായ വാക്കുകൾ നമ്മൾ അറിയാതെ നമ്മുടെ നാവിൽ നിന്ന് വന്നുപോയി. നമ്മൾ എന്ത് ചെയ്യണം? ഉടനടി നന്മകൾ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുക. ഇതാണ് അതിനുള്ള പരിഹാര മാർഗം എന്ന് പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത. നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക. എവിടെയാകട്ടെ, ഏത് അടച്ചിട്ട റൂമിന്റെ അകത്തടത്താകട്ടെ, ഭൂമിയുടെ ഏത് അറ്റത്താകട്ടെ, നീ ഏത് മൂലയിലാണെങ്കിലും അള്ളാഹുവിനെ നീ സൂക്ഷിക്കണം. അള്ളാഹു എല്ലാം കാണുന്നുണ്ട്. അടച്ചിട്ട റൂമിന്റെ അകത്തിരുന്നു കൊണ്ട് തെറ്റ് ചെയ്യാമെന്ന് നമ്മൾ കരുതി പോകേണ്ട. അള്ളാഹു അവിടെയും അള്ളാഹു കാണുന്നുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് പിശാച് ആരുമില്ലല്ലോ, റൂമിൽ ആരുമില്ല, നീ ഒറ്റക്കാണ്, നിനക്ക് എന്ത് തെറ്റും ചെയ്യാം, ആരും അറിയില്ല എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് പിശാച് തന്ന് കൊടുന്നിട്ടേക്കാം. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കണം. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത. നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅത്ബിഇസ് സയ്യിഅതൽ ഹസനത തംഹുഹ. നീ തിന്മ ചെയ്തു പോയാൽ എന്ത് ചെയ്യുക? നന്മ ചെയ്യുക. അതെന്താ? ആ തിന്മയെ മായ്ച്ചു കളയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. നന്മ അധികരിപ്പിക്കുക. നമ്മിൽ നിന്നൊക്കെ അറിയാതെ, നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചു പോയത്. അങ്ങനെ പോലും തെറ്റുകൾ സംഭവിച്ചേക്കാം. അപ്പോഴൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും ജീവിതത്തിൽ നന്മകൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. വഴിയിലൊരു തടസ്സം നീക്കൽ നന്മയാണ്. ഒരാളെ സഹായിക്കൽ നന്മയാണ്. ഒരു കണ്ണ് കാണാത്ത ഒരു വ്യക്തി റോഡ് ക്രോസ് ചെയ്യാൻ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തെ കൈ പിടിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്ത് കൊടുക്കൽ, അതൊരു നന്മയാണ്. ഒരാളെ സഹായിക്കൽ നന്മയാണ്. അപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ തിന്മയെ മായ്ച്ചു കളയണമെന്നാണ് പ്രധാനമായിട്ടും ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക, ദിക്ർ ചെല്ലുക. അതും നന്മയാണ്. അതും നമ്മുടെ തിന്മകൾ മായ്ച്ചു കളയാൻ കാരണമാകുമെന്നാണ്. എപ്പോഴും ഒരു ദാക്കിറായി മാറുക, ദിക്ർ എപ്പോഴും നാവിലുണ്ടാവുക. അത് നമ്മുടെ തിന്മകളെ മായ്ച്ചു കളയാൻ കഴിയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നമ്മുടെ നാവിലുണ്ടാവുക. അള്ളാന്റെ പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും. നിങ്ങൾ എന്ത് ചെയ്തു? അറിയാതെ നമ്മൾ തെറ്റുകൾ സംഭവിച്ചു പോയി, മോശമായ കാര്യങ്ങൾ നാം ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തോട് തന്നെ നമ്മുടെ അക്രമം പ്രവർത്തിച്ചു. ആ സമയത്ത് എന്ത് ചെയ്യണം? ദക്കറുല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുക, ദിക്റുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. ഫസ്തഗ്ഫറു ലിദുനൂബിഹിം. നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് പാപമോചനം തേടുക. അപ്പൊ ദിക്റുകൾ നാവിൽ ചെല്ലുക എന്നുള്ളത് അതൊരു നന്മയാണ്.
നമ്മുടെ തെറ്റുകൾ പുറത്തു കിട്ടാൻ അത് കാരണമാകുന്ന ഒരു നന്മയാണ് ദിക്ർ ചൊല്ലുക എന്നുള്ളത്. നമ്മുടെ ഉമ്മമാരും വയസ്സായ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ എപ്പോഴും സദാസമയം ദിക്ർ കൊണ്ട് നടക്കുന്നത് കാണാം. ചിലപ്പോൾ അതൊക്കെ കാണുമ്പോൾ ചിലർക്കൊരു പരിഹാസമാണ്. പരിഹസിക്കേണ്ട, ആ നന്മ അവരുടെ തെറ്റുകൾ മായ്ച്ചു കളയാനും അവർക്ക് സ്വർഗപ്രവേശനം ഉതകാനും അത് കാരണമാകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ മടിയൊന്നും വിചാരിക്കേണ്ട. ആളുകളെ കാണിക്കാൻ വേണ്ടി കൊണ്ട് നടക്കരുത് എന്ന് മാത്രം. പക്ഷെ നമ്മൾ സദാസമയം ദിക്റിലായി നടക്കാൻ, അതൊരു എണ്ണം പിടിച്ചുകൊണ്ട് ദിക്ർ കൃത്യമായിട്ട് ചൊല്ലിപ്പോകാൻ വേണ്ടി എപ്പോഴും ദിക്റിന്റെ ആ കൗണ്ടറും തസ്ബീഹ്മാലയും ഒക്കെ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. അതുകൊണ്ട് പ്രത്യേക പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ സാധ്യമാകും. അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് നാം ചെയ്യേണ്ടത്, ഒരു തിന്മ നമ്മിൽ നിന്ന് അറിയാതെ സംഭവിച്ചു പോയാൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. രണ്ടാമതായിട്ട് നന്മകൾ അധികരിപ്പിക്കുക, അത് നമ്മുടെ തിന്മയെ മായ്ച്ചു കളയുന്നതാണ്. മൂന്നാമതായിട്ട് ദിക്റുകൾ വർദ്ധിപ്പിക്കുക. നമ്മളെപ്പോഴും ദിക്റുള്ളവനായി മാറിയാൽ നമ്മുടെ ഹൃദയത്തിൽ തിന്മ ചെയ്യാനുള്ള ഒരു ചിന്ത വരികയില്ല. നമ്മുടെ മനോമണ്ഡലത്തിൽ തിന്മക്ക് പ്രേരണം നൽകുന്ന അതിനുള്ള ആ പ്രേരകം നമുക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് എപ്പോഴും ദിക്റിലായിരിക്കുക. അത് നമ്മുടെ കൽബിനെ ശുദ്ധീകരിക്കാനുള്ള വലിയ മാർഗമാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു ദാക്കിറാവുക, എപ്പോഴും നന്മകൾ വർദ്ധിപ്പിക്കുക. അത് നമ്മുടെ തിന്മകളെ മായ്ച്ചു കളയുന്നതാണ്. അതാണ് പ്രധാനപ്പെട്ട ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. എപ്പോഴും ആളുകളെ സഹായിക്കാനും പരസ്പരം എന്ത് ചെയ്യുക, ഒരു വിട്ടുവീഴ്ചയും ഒത്തൊരുമയും ഉണ്ടാക്കാനും ആളുകൾക്കെല്ലാം സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെയുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, തെറ്റുകൾ സംഭവിച്ചു പോയാൽ തൗബ ചെയ്തുകൊണ്ട് മടങ്ങുക, നന്മയെ വർദ്ധിപ്പിക്കുക. ഗീബത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആളോട് എന്ത് ചെയ്യണം, പൊരുത്തപ്പെടിപ്പിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അള്ളാഹുവിന്റെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.